അതിശയകരമായ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ദേവീ മന്ത്രങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഹ്രീം എന്ന ഭുവനേശ്വരി ബീജം. ദേവീ പ്രണവം എന്നുകൂടി പേരുള്ള ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത പ്രണവമന്ത്രത്തെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ശക്തിമത്തായ ഒരു ബീജമന്ത്രമാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഏത് ദേവീ മന്ത്രങ്ങളിലും ഹ്രീം എന്ന ശക്തിബീജം അടങ്ങിയിട്ടുള്ളതായി കാണാവുന്നതാണ്. ഉദാഹരണമായി ശ്രീ സ്വയംവര പാർവതീ ദേവിയുടെ മന്ത്രമാണ് എങ്കിൽ അതിൽ ഓം ഹ്രീം യോഗിനി യോഗിനി എന്നാണ് മന്ത്രം ആരംഭിക്കുന്നത്. അതുപോലെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമഃശിവായ എന്ന മന്ത്രത്തിൽ ഹ്രീം ചേർത്ത് ശക്തി പഞ്ചാക്ഷരമായ മന്ത്രമായിട്ട് പൂജ ചെയ്താലും ജപിച്ചാലും അർദ്ധനാരീശ്വര പൂജ ചെയ്യുന്ന ഫലം ലഭിക്കുന്നതാണ്. മഹാഗണപതി പൂജയുടെ ഓം ശ്രീം ഹ്രീം ഗ്ലൗം ഗം ഗണപതയേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന മൂലമന്ത്രത്തിലും ഓം ഹ്രീം ദും ദുർഗായൈ നമഃ എന്ന ദുർഗാദേവിയുടെ മൂലമന്ത്രത്തിലും ലിപി സരസ്വതിയുടെ ശക്തിബീജമായിട്ടും വനദുർഗാ മന്ത്രമായ ഓം ഹ്രീം ദും ഉത്തിഷ്ഠ പുരുഷിക്കും എന്ന് ആരംഭിക്കുന്ന മന്ത്രത്തിലും താരാസപ്താക്ഷരിയിലും കാളി മന്ത്രങ്ങളിലുമെല്ലാം ഹ്രീംകാരമായിട്ടുള്ള മഹാമന്ത്രം ദർശിക്കാവുന്നതാണ്. എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത മഹാത്മ്യമാണ് ഈ ഭുവനേശ്വരി ബീജാക്ഷരത്തിന് ഉള്ളത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. ശ്രീവിദ്യാമന്ത്രത്തിലെ 11ാം അക്ഷരമായ ഹ്രീംകാരത്തിൽ ആരംഭിക്കുന്ന ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 20 മന്ത്രങ്ങളാണ് അർത്ഥസഹിതം ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ലളിതമായ രീതിയിൽ അർത്ഥം പറയാൻ കഴിയുന്നതും ശ്രമിച്ചിട്ടുണ്ട്. ഇതിലെ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ആഗ്രഹസാധ്യത്തിന് ഭക്തർക്ക് ജപിക്കാവുന്നതാണ്. ഭക്തിയില്ലാത്തവർ ജപിച്ചാൽ എന്താ കുഴപ്പം എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അതിനുത്തരം ഒരു കുഴപ്പവും ഇല്ലെന്ന് തന്നെയാണ്. അവരാണ് കൂടുതലായിട്ട് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കേണ്ടത്. ഒന്നും അറിയാത്ത കാട്ടാളനായ രത്നാകരൻ രാമ എന്നുപോലും ഉച്ചരിക്കാൻ അറിയാതിരുന്നിട്ടും മരായ് എന്ന് മറിച്ച് ജപിച്ച് വാൽമീകിയായി മാറിയെങ്കിൽ ഭക്തിയില്ലാത്തവർ ജപിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഫലം കിട്ടുക എന്ന് തോന്നിപ്പോയാൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തിന് ഭക്തിയുള്ളവർ എന്നും ഭക്തിയില്ലാത്തവർ എന്നും ഉള്ള ഭേദമൊന്നുമില്ല. കാരണം ഭക്തിയുള്ളതും ഇല്ലാത്തതും ഭക്തി ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതുമൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഭക്തിയുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ജഗദീശ്വരിയായ അമ്മയുടെ സന്താനങ്ങൾ തന്നെ. അതുപോലെ ഈ മന്ത്രമൊന്ന് കേൾക്കാൻ കഴിയുന്നത് അമ്മയുടെ അനുഗ്രഹവും പൂർവജന്മ പുണ്യവും കൊണ്ടുമാണ്. അല്ലെങ്കിൽ അതിന് സാധ്യവുമാവില്ല. മന്ത്രധാരയിലേക്ക് പ്രവേശിക്കാം. ഓം ഐം ഹ്രീം ശ്രീം ശ്രീലളിതാംബികായൈ നമഃ. ഓം ഹ്രീംകാരിണ്യൈ നമഃ. ഓം ഹ്രീംകാരാദ്യായൈ നമഃ. ഓം ഹ്രീം മധ്യായൈ നമഃ. ഓം ഹ്രീം ശിഖാമണയേ നമഃ. ഓം ഹ്രീംകാരകുണ്ഠാഗ്നിശിഖായൈ നമഃ. ഓം ഹ്രീംകാരശശിചന്ദ്രികായൈ നമഃ. ഓം ഹ്രീംകാരഭാസ്കരരുചയേ നമഃ. ഓം ഹ്രീംകാരാംഭോദചഞ്ചലായൈ നമഃ. ഓം ഹ്രീംകാരകന്താങ്കുരികായൈ നമഃ. ഓം ഹ്രീംകാരൈകപരായണായൈ നമഃ. ഓം ഹ്രീംകാരദീർഘികാഹംസ്യൈ നമഃ. ഓം ഹ്രീംകാരോദ്യാനകേകിന്യൈ നമഃ. ഓം ഹ്രീംകാരാരണ്യഹരിണ്യൈ നമഃ. ഓം ഹ്രീംകാരാവാലവല്ലര്यै നമഃ. ഓം ഹ്രീംകാരപഞ്ചരശുക്यै നമഃ. ഓം ഹ്രീംകാരാങ്കണദീപികായൈ നമഃ. ഓം
ഹ്രീംകാരകാന്തരാസിംഹ്യൈ നമഃ. ഓം ഹ്രീംകാരാംഭോജഭൃംഗികായൈ നമഃ. ഓം ഹ്രീംകാരസുമനോമാധ്യൈ നമഃ. ഓം ഹ്രീംകാരതരുമഞ്ജര്യൈ നമഃ. പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ 11ാമത്തെ അക്ഷരവും ഭുവനീശ്വരി ബീജവുമായ ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 20 നാമമന്ത്രങ്ങളാണ്. ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 201ാമത്തെ മന്ത്രം മുതൽ 220ാമത്തെ നാമമന്ത്രം വരെയുള്ള അതിവിശിഷ്ടമായ മന്ത്രപുഷ്പങ്ങളാണ് ഇവ. ഓരോന്നിൻ്റെയും അർത്ഥം വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ മന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഫലം കിട്ടുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഓരോ നാമമന്ത്രങ്ങളും പരിശോധിക്കാം. ആദ്യത്തെ നാമമന്ത്രമാണ് ഹ്രീംകാരിണി. പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ 11ാമത്തെ അക്ഷരമായിട്ടുള്ള ഹ്രീംകാരം രൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഓം ഹ്രീംകാരിണ്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാരാദ്യ എന്നത്. ഹ്രീംകാരത്തിന് ആദിയായിട്ടുള്ളവൾ, അതായത് ഹ്രീംകാരത്തിന് മുമ്പുള്ളവൾ, ഹ്രീംകാരത്തിൻ്റെ ആദിയായുള്ളവൾ എന്നാണ് അർത്ഥം. ഹ്രീംകാരം എന്ന മന്ത്രം ഉണ്ടാകുന്നതിനു മുമ്പ്, ഹ്രീംകാരമായിട്ട് അമ്മ അവതരിക്കുന്നതിനു മുമ്പ് ഉള്ള പരാശക്തിയായിട്ടുള്ള ദേവി, അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഹ്രീംകാരത്തിനും ഓങ്കാരത്തിനും ആദ്യമുള്ള പരാശക്തിയായതുകൊണ്ട് ഹ്രീംകാരാദ്യ എന്ന് അർത്ഥം. ഓം ഹ്രീംകാരാദ്യായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീം മധ്യ എന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ ഓരോ വസ്തുവിലും ഓരോ വ്യക്തിയിലും ഒരേ സമയത്ത് നടക്കുന്ന പ്രക്രിയകളാണ്. എങ്ങനെയാണെന്നല്ലേ? ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക എന്നിവയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു ഭാവത്തെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. മാറ്റമില്ലാത്ത സ്ഥിതിയില്ല. ബ്രഹ്മാണ്ഡങ്ങളിലാണെങ്കിൽ, ഭൂമി തുടങ്ങിയ ചെറിയ ഘടകങ്ങളിലാണെങ്കിൽ, പ്രാണിയുടെ ശരീരത്തിലാണെങ്കിൽ പുതിയതായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉള്ളവ നശിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരേ സമയം തന്നെ ഉൽപ്പത്തിയും നാശവും ഉണ്ടാകുന്നു. അനുസ്യൂതമായിട്ട് നടക്കുന്ന ഈ പ്രക്രിയയെ സ്ഥിതി എന്ന് പറയാം. മനുഷ്യ ശരീരത്തെ ഉദാഹരണമായിട്ട് പരിശോധിക്കാം. ആഹാരത്തിലൂടെയും പ്രാണവായുവിലൂടെയും പ്രകാശത്തിലൂടെയും ഒക്കെ ലഭിക്കുന്ന ചൈതന്യം ഉപയോഗിച്ചുകൊണ്ട് ശരീരസ്ഥമായിട്ടുള്ള ജീവശക്തി, അതായത് പ്രാണശക്തിയാകുന്ന ആത്മാവ്, പുതിയ കോശങ്ങളും സ്തരങ്ങളും കലകളും പേശികളും നിരന്തരമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ പഴയ കോശങ്ങളും സ്തരങ്ങളും കലകളും പേശികളും ഒക്കെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. ഈ പ്രവർത്തനം തുടർച്ചയായി നടക്കുന്നത്ര കാലം മാത്രമാണ് ഒരു മനുഷ്യനാണെങ്കിലും മറ്റ് ജന്തുക്കളാണെങ്കിലും ജീവിച്ചിരിക്കുന്നത്. ഇപ്രകാരം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. ലോകങ്ങളുടെയും ബ്രഹ്മാണ്ഡങ്ങളുടെയും എല്ലാ കഥ ഇപ്രകാരം തന്നെയാണ്. സസ്യങ്ങളും പ്രാണികളും ജഡവസ്തുക്കളും ഭൂമിയിൽ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടായിരുന്നവ നശിച്ചുകൊണ്ടുമിരിക്കും. ഭൂമി ഉള്ളിടത്തോളം ഈ പ്രവർത്തനം തുടരും. ഇതിൽ സ്ഥിതിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹ്രീ മധ്യ എന്നതുകൊണ്ട് സ്ഥിതി എന്ന അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ള സ്ഥിതിക്ക് കാരണമായിട്ടുള്ള ചൈതന്യമാണ് ലളിതാംബികാദേവി. അതുകൊണ്ട് ഹ്രീം മധ്യ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഓം ഹ്രീം മധ്യായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീം ശിഖാമണി എന്നത്. ഹ്രീങ്കാരം ചൂടാരത്നമായിട്ടുള്ളവൾ, ഹ്രീങ്കാരത്തിന് ചൂടാമണിയായിട്ടുള്ളവൾ എന്നിങ്ങനെ രണ്ടർത്ഥമാണ് ഇവിടെ വരുന്നത്. മന്ത്രങ്ങളുടെ ബീജാക്ഷരങ്ങളുമൊക്കെ ഒരുപാടുണ്ട്. മന്ത്രങ്ങളെ അമ്മയുടെ ആഭരണങ്ങളായിട്ട് സങ്കല്പിക്കുകയാണ് എങ്കിൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഹ്രീങ്കാരമാണ്. കാൽച്ചിലമ്പ് തൊട്ട് കാഞ്ചി, ഹാരങ്ങൾ, കർണാഭരണം, നാസാഭരണം തുടങ്ങിയ ആഭരണങ്ങൾ പലതുണ്ടെങ്കിലും ശിരസിൽ ചൂടാമണിയാണ് അണിയുന്നത്. അതുകൊണ്ട് ആഭരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചൂടാമണിയാണ് എന്ന് പറയാം. അതുപോലെ മന്ത്രബീജാക്ഷരങ്ങളിൽ സൃഷ്ടി, സ്ഥിതി, ലയം എന്നിവ ചേർന്നിട്ടുള്ളതും സമസ്ത പ്രപഞ്ചത്തിൻ്റെയും പ്രതീകവും പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള ഹ്രീം എന്ന മന്ത്രം സർവശ്രേഷ്ഠമാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഹ്രീംകാരത്തെ മൂർത്തിമത്തായി
കൽപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. ഹ്രീംകാരം സമസ്ത ജഗത്തിൻ്റെയും പ്രതീകമാണ്. പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളത് ഈശ്വരനാകുന്ന ബ്രഹ്മമാകുന്നു. ഹ്രീംകാരത്തിന് പല ഘടകങ്ങളുള്ളതുകൊണ്ട് ഈം എന്ന ആ ഒരു ശബ്ദം കേന്ദ്രമായിട്ട് കൽപ്പിക്കുക. ഈം എന്നതിലെ അവസാന ഘടകമാണ് നാദം. നാദത്തിന് ആധാരമായിട്ടുള്ള ഈ എന്ന അക്ഷരമായിട്ട് ഹ്രീംകാരത്തിൻ്റെ ചൈതന്യമായിട്ട് വർത്തിക്കുന്നവൾ എന്നാണ് വ്യാഖ്യാനം വരിക. ജീവനുള്ളതും ഇല്ലാത്തതുമായ ജഗത്തിനെ മൊത്തത്തിൽ ധരിക്കുന്ന ബ്രഹ്മചൈതന്യമായിട്ട് ഹ്രീംകാര മന്ത്രത്തിൻ്റെ ശരീരത്തിന് ചൂടാമണിയായിട്ട് വർത്തിക്കുന്നതാരോ ആ ചൈതന്യമാണ് ലളിതാ പരമേശ്വരി എന്ന് അർത്ഥം. ഹ്രീംകാരമന്ത്രമോ ഹ്രീംകാരം ചേർന്ന മന്ത്രങ്ങളോ ജപിക്കുന്നവർക്ക് സത്യം, ജ്ഞാനം, ആനന്ദം എന്നിവ സ്വരൂപമായിട്ട് സാക്ഷാത്കരിക്കാവുന്ന, അതായത് ദേവിയെ നേരിട്ട് കാണാൻ തരത്തിൽ സാക്ഷാത്കരിക്കാവുന്ന സമസ്ത രത്നങ്ങളുടെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ലളിതാംബികാ പരമേശ്വരി എന്ന് അർത്ഥം പറയാം. ഓം ഹ്രീം ശിഖാമണയേ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാര കുണ്ഡാഗ്നി ശിഖ എന്നത്. ഹ്രീംകാരമാകുന്ന ഹോമകുണ്ഡത്തിൽ കത്തുന്ന അഗ്നിയുടെ ജ്വാല, ശിഖ ആയിട്ട് ഉള്ളവൾ എന്ന് അർത്ഥം. ഹ്രീംകാരത്തെ ഹോമകുണ്ഡമായിട്ടാണ് രൂപണം ചെയ്തിരിക്കുന്നത്. ലളിതാംബികാ ദേവിയെ ഹോമകുണ്ഡത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന അഗ്നിയായിട്ടും കൽപ്പിക്കുന്നു. ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് വൈദിക മന്ത്രങ്ങളുടെ ഉച്ചാരണത്തോടെ അർപ്പിക്കപ്പെടുന്ന ഹവിസിനെ അഗ്നി തൻ്റെ ജ്വാലയാകുന്ന മുഖങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങി ദേവന്മാർക്ക് എത്തിക്കുന്നു. അപ്രകാരം എത്തിക്കുന്ന ഹവിർഭാഗം സ്വീകരിച്ച് തൃപ്തരാകുന്ന ദേവന്മാർ യാഗം നടത്തിയ ആളിൻ്റെ ആഗ്രഹം അനുസരിച്ചുള്ള പുരുഷാർത്ഥങ്ങളെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണല്ലോ യാഗത്തെക്കുറിച്ചുള്ള സങ്കല്പം. യാഗത്തിൻ്റെ ചടങ്ങുകളും ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും ഏത് തന്നെ ആയിരുന്നാലും ഹവിസു സ്വീകരിച്ചുകൊണ്ട് ദേവന്മാർക്ക് എത്തിക്കുന്ന അഗ്നിയാണ് യാഗം നടത്തുന്ന ആളിൻ്റെ ഉദ്ദേശമായിട്ടുള്ള സാധ്യത്തിന് ഉപകാരപ്പെടുക. ദേവി ഉപാസകൻ്റെ ആഗ്രഹങ്ങൾ, അതായത് ഭക്തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവൾ എന്നാണ് ഈ പക്ഷത്തിൽ അർത്ഥം വരുന്നത്. അമ്മയുടെ ഉപാസകൻ ഉപയോഗിക്കുന്നത് സ്തോത്രങ്ങളാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും അവയിലൊക്കെ തന്നെ ഹ്രീം എന്ന മന്ത്രമുണ്ടാകും. ഹ്രീംകാരം ജപിക്കുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഭക്തന് നേടാൻ സാധ്യമാവുകയും ചെയ്യും. ഉപാസകന് അഭിലാഷങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവൾ. ഹോമകുണ്ഡവും അഗ്നിയും സമിത്തും ഹവിസും എല്ലാം പ്രതീകങ്ങൾ മാത്രമാണ് എന്നും അഗ്നികുണ്ഡവും അഗ്നിയും യാഗത്തിൻ്റെ ചടങ്ങുകളും ഉള്ളിലാണ് വേണ്ടതെന്നും ആചാര്യന്മാർ വിശദീകരിക്കുന്നുണ്ട്. അന്തർനിരന്തര നിരന്ധനമേധമാനേ മോഹാന്ധകാര പരിപന്ഥിനി സംവിദഗ്നൗ കസ്മിശ്ചിദദ്ഭുതമരീചിവികാസഭൂമൗ വിശ്വം ജുഹോമി വസുധാദിശിവാവസാനം. ഉള്ളിൽ തുടർച്ചയായിട്ട് ഇന്ധനമൊന്നും തന്നെ ഇല്ലാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതും അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവായിട്ടുള്ളതുമായ ചിതഗ്നിയിൽ വസുധ തുടങ്ങി ശിവപര്യന്തമായ വിശ്വത്തെ ഞാൻ ഹോമിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ഹ്രീംകാരരൂപമായിട്ടുള്ള ഹോമകുണ്ഡം മനസ്സാണെന്ന്. ഹ്രീംകാരമായിട്ടുള്ള ഹോമകുണ്ഡം മനസ്സാണ്. അതിലെ അഗ്നിയാകട്ടെ ശുദ്ധമായിട്ടുള്ള ജ്ഞാനവും. ശുദ്ധജ്ഞാനസ്വരൂപിണി എന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. അതുകൊണ്ട് ഓം ഹ്രീംകാരകുണ്ഡാഗ്നിശിഖായൈ നമഃ. അതിമനോഹരമായ മറ്റൊരു നാമമന്ത്രപുഷ്പമാണ് ഹ്രീംകാര ശശിചന്ദ്രിക എന്നത്. ഹ്രീംകാരമാകുന്ന ചന്ദ്രനിൽ ചന്ദ്രികയായി പ്രകാശിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ചന്ദ്രനിൽ നിന്നും സംജാതമാകുന്ന പ്രകാശരശ്മികൾ തണുപ്പുള്ള കുളിർമയുള്ള പ്രകാശരശ്മികൾ ഭൂമിയെ കുളിർപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. ചന്ദ്രൻ്റെ ആ കിരണങ്ങൾ സസ്യങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. സസ്യങ്ങൾ പുഷ്ടിപ്പെടുന്നതിലൂടെ സ്വാഭാവികമായി എല്ലാ ജീവികൾക്കും പുഷ്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. ഹ്രീംകാരം ദേവീസ്വരൂപമാണ്. താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രികയായിട്ട്
ലളിതാസഹസ്രനാമത്തിൽ അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ വിശേഷിപ്പിക്കുന്നു. ഹ്രീം എന്ന മന്ത്രം ജപിക്കുന്നവർക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമുണ്ടാകും. ഹ്രീങ്കാരം ചന്ദ്രനാണ്. ആ ചന്ദ്രനിൽ നിന്നും പ്രസരിക്കുന്ന ചന്ദ്രിക, ആ പ്രകാശരശ്മി, അതാണ് അമ്മ. ജപിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും മനനം ചെയ്യുന്നവർക്കും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്ന് മോചനവും അനന്തമായിട്ടുള്ള ആനന്ദവും നൽകുന്ന ചൈതന്യമായി ഹ്രീങ്കാരത്തിൽ വർത്തിക്കുന്ന മഹാചൈതന്യമാകുന്ന ദേവിക്ക് നമസ്കാരം. ഓം ഹ്രീംകാര ശശിചന്ദ്രികായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാര ഭാസ്കര രുചി എന്നത്. തൊട്ടു മുമ്പ് പറഞ്ഞ നാമത്തെ പോലെ തന്നെ, അതായത് ഹ്രീംകാര ശശിചന്ദ്രിക എന്ന നാമത്തെ പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു അലങ്കാരമാണ് ഈ നാമത്തിലുമുള്ളത്. അതിമനോഹരമായ ഒരു നാമമാണ്. ഹ്രീംകാരമാകുന്ന ഭാസ്കരൻ്റെ പ്രഭാകിരണങ്ങളായി രൂപം പൂണ്ടവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. തൊട്ടു മുമ്പുള്ള നാമത്തിൽ ചന്ദ്രനായിട്ടാണ് രൂപണം ചെയ്തത് എങ്കിൽ ഇത് സൂര്യനായിട്ട് രൂപണം ചെയ്തിരിക്കുന്നു. ഭാസ ശബ്ദത്തിന് കാന്തി എന്നാണ് അർത്ഥം. കാന്തിയെ ചെയ്യുന്നവൻ ഭാസ്കരൻ. സൂര്യദേവൻ്റെ കിരണങ്ങൾ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു. ഭൂമിയിൽ അഗ്നിയായിട്ടും ചന്ദ്രികയായിട്ടും പകലിൻ്റെ പ്രകാശമായിട്ടും വർത്തിക്കുന്ന ഊർജത്തിൻ്റെ സ്രോതസ്സാണ് സൂര്യദേവൻ. മഴയ്ക്കും മഞ്ഞിനും ഋതുഭേദങ്ങൾക്കും കാരണവും സൂര്യദേവൻ തന്നെയാണല്ലോ. സൂര്യൻ്റെ ഉദയാസ്തമയ കാലനിർണയത്തിനും കാരണമാകുന്നുണ്ട്. അവിദ്യയുടെ സ്വരൂപമായിട്ടുള്ള അന്ധകാരത്തെ അകറ്റി ജീവികളുടെ ഉള്ളിൽ ജ്ഞാനമാകുന്ന പ്രകാശം ഉണ്ടാക്കുന്നത് സൂര്യ തേജസ്സാണ്. മേഘം കൊണ്ട് മറഞ്ഞിരിക്കുമ്പോൾ സൂര്യൻ അപ്രത്യക്ഷനാണ്. എന്നാലും സൂര്യപ്രകാശം എപ്പോഴും ഭൂമിയെ ചൈതന്യവത്താക്കിക്കൊണ്ടിരിക്കും. അതുപോലെ അവിദ്യ കൊണ്ട് മൂടിയ മനുഷ്യരുടെ ബുദ്ധിയും മനസ്സും ഹ്രീംകാരം ഉൾക്കൊള്ളുകയോ ഹ്രീംകാര ജപത്തിന് അഭിമുഖമാകുകയോ ചെയ്യുന്നില്ല. എന്നാലും ഹ്രീംകാരസ്വരൂപിണിയായിട്ടുള്ള അമ്മയുടെ കാരുണ്യം ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ചൈതന്യമായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മേഘപടലങ്ങൾ കാറ്റുകൊണ്ട് ഒഴിഞ്ഞു മാറുകയോ മേഘത്തിലെ ജലം വർഷിച്ച് മേഘം വെളുത്ത് നല്ല ശുഭ്രമായിട്ടുള്ള അവസ്ഥയിൽ വരികയോ ചെയ്യുമ്പോൾ സൂര്യൻ പ്രത്യക്ഷനാകുന്നു. അതുപോലെ അജ്ഞാനവും അതിൽ നിന്ന് ഉണ്ടാകുന്ന പാപവും മാറിക്കഴിഞ്ഞ് മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അതുല്യമായിട്ടുള്ള തേജസ്സോടെ ഹ്രീംകാരരൂപിണിയായിട്ടുള്ള പരാശക്തി ഭക്തൻ്റെ ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്നു. അപ്രകാരമുള്ള പ്രകാശത്തിൻ്റെ ഭാഗമായി മാറുന്ന ഭക്തൻ ശാശ്വതമായിട്ടുള്ള മോക്ഷപ്രാപ്തിയെ കൈവരിക്കുകയും ചെയ്യും. ഭൗതികമായിട്ടുള്ള സുഖവും ആത്യന്തികമായ പരമാനന്ദവും നൽകുന്ന ചൈതന്യമായിട്ട് സൂര്യനെപ്പോലെ ഹ്രീംകാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഓം ഹ്രീംകാര ഭാസ്കര രുചയേ നമഃ. ഹ്രീംകാരാംഭോധ ചഞ്ചല. ഹ്രീംകാരമാകുന്ന കാർമേഘത്തിൽ മിന്നൽ പിണറായി വർത്തിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഹ്രീംകാരത്തെ ഇതിൽ കാർമേഘമായിട്ട് കൽപ്പിക്കുന്നു. അംഭസ്സിനെ ദാനം ചെയ്യുന്നത് അംഭോധം, കാർമേഘം. മേഘങ്ങളിൽ നിന്നും ലഭിക്കുന്ന ജലം ഭൂമിക്ക് ജീവൻ ദാനം ചെയ്യുന്നു. അമൃതരൂപമായിട്ടുള്ള ജലം വർഷിച്ചുകൊണ്ട് ഭൂമിയിലുള്ള സസ്യങ്ങളെയും ജീവികളെയും നിലനിർത്തുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മേഘത്തിൻ്റെ പ്രവൃത്തി. ഹ്രീംകാരം ജപിക്കുന്നവർക്ക് സർവ്വ ആഗ്രഹങ്ങളും നൽകി അമ്മ അനുഗ്രഹിക്കുന്നു. ഹ്രീംകാരത്തിനും മേഘങ്ങൾക്കും തമ്മിൽ ഇതാണ് സാമ്യം. പ്രധാനമായിട്ടും ഭൗതികമായ ആഗ്രഹങ്ങളോടുകൂടി ഹ്രീംകാരത്തെ ഉപാസിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവും. ധനവും മറ്റ് ധാന്യ സമൃദ്ധിയും എല്ലാം ഉണ്ടാവും. ഐശ്വര്യവും സമ്പത്തും കാമക്രോധാദികളെ വിളിച്ചു വരുത്തുകയും ചെയ്യും. അപ്രകാരം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഹങ്കാരം ഉണ്ടാവും. അവിദ്യാരൂപമായിട്ടുള്ള അജ്ഞാനം മനസ്സിനെ ഇരുളടഞ്ഞതാക്കി മാറ്റുകയും ചെയ്യും. ആ സമയത്ത് മേഘാവരണത്തെ ഭേദിക്കുന്ന മിന്നൽക്കൊടി പോലെ അമ്മയുടെ കാരുണ്യം ഉപാസകർക്ക് നേർവഴി കാട്ടുവാനായിട്ട് എത്തുന്നു. മിന്നലിൻ്റെ പ്രകാശം അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ, എന്നാലും അത് തീവ്രമായിരിക്കും. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുമല്ലോ. താൻ അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾ അമ്മയുടെ കാരുണ്യത്തിൻ്റെ ഫലമാണ് എന്ന് ബോധം ഉണ്ടാകുന്ന വിവേകിയായിട്ടുള്ള ഭക്തൻ ആ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട്
മോക്ഷത്തെ പ്രാപിക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. മിന്നൽ അല്പനേരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ചഞ്ചല ചപല എന്നൊക്കെയാണ് അതിന് പര്യായം വരുന്നത്. വിവേകിയായിട്ടുള്ള ഭക്തന്റെ മനസ്സിൽ പ്രത്യക്ഷമാകുന്ന ശ്രീങ്കാരാംഭോധ ചഞ്ചല ചപലയും ചഞ്ചലയുമൊന്നും അല്ല കേട്ടോ. മിന്നൽ കൊടിയുടെ പ്രകാശം ശാശ്വതമാണ്. ആഗമങ്ങൾ അതിനെ സ്ഥിര സൗദാമിനി എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊലിയാത്ത മിന്നൽ പ്രകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. ആരംഭത്തിൽ ചഞ്ചലയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അമ്മയുടെ ആ ചൈതന്യം സ്ഥിരമായിട്ടുള്ള സൗദാമിനിയായി നിലനിർത്തുന്നതിനുള്ള വിവേകപൂർണമായിട്ടുള്ള പ്രവർത്തനം ഭക്തൻ നടത്തുമ്പോൾ ഒട്ടും തന്നെ ദുഃഖത്തിൻ്റെ സ്പർശനമില്ലാത്ത ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും. ഭൗതിക ജീവിതത്തിൽ വിജയവും പുരുഷാർത്ഥ സമൃദ്ധിയും എല്ലാം കിട്ടി അവസാനം മോക്ഷവും ലഭിക്കുമെന്ന് അർത്ഥം. ഓം ഹ്രീംകാരാംഭോധ ചഞ്ചലായേ നമ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാരകന്താങ്കുരിക എന്നത്. ഹ്രീംകാരമാകുന്ന കിഴങ്ങിൻ്റെ അങ്കുരമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഹ്രീംകാരത്തെ കിഴങ്ങായിട്ടും അമ്മയെ അതിൻ്റെ മുളയായിട്ടും ഈ മന്ത്രത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. സസ്യങ്ങളുടെ വംശവർധന പലതരത്തിലാണ്. ചിലത് വിത്ത് മുളച്ചാണ് ഉണ്ടാകുന്നത്, മറ്റു ചിലതോ കിഴങ്ങിൽ മുള പൊട്ടിയും. ചേമ്പ്, ചേന, ഇഞ്ചി തുടങ്ങിയവ കിഴങ്ങിൽ നിന്ന് മുളച്ചാണ് ഉണ്ടാകുന്നത്. വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യത്തിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടം മുതലേ ചുറ്റുപാടുകളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു. എന്നാൽ കിഴങ്ങ് മുളച്ചുണ്ടാകുന്ന ആ സസ്യത്തിൻ്റെ ശിശുവിന് ആവശ്യമായിട്ടുള്ള ആഹാരം ആ കിഴങ്ങിൽ തന്നെയാണ് ഉള്ളത്. കിഴങ്ങിലുണ്ടാകുന്ന മുള കിഴങ്ങിൽ നിന്ന് തന്നെ ആഹാരം സ്വീകരിച്ചുകൊണ്ട് വളർന്നു വരുന്നു. മുള വളർന്ന് ശാഖകളും ഇലകളും പൂക്കളും കായ്കളുമായി മാറുന്നു. ഇലയും പൂവും കായും എല്ലാം അതിൻ്റെ മുളയിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. ഹ്രീങ്കാരമന്ത്രം ഉപാസിക്കുമ്പോൾ പ്രത്യക്ഷമാകുന്ന അമ്മയുടെ ആ ചൈതന്യം ഭക്തന് അഷ്ടൈശ്വര്യങ്ങളായിട്ടും പുരുഷാർത്ഥങ്ങളായിട്ടും പടർന്ന് വളർന്ന് പുഷ്പിച്ച് അന്ത്യത്തിൽ മോക്ഷപ്രാപ്തിയെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഹ്രീങ്കാരം സർവവേദാന്ത ശാസ്ത്ര സംഗ്രഹരൂപമായിട്ടുള്ള ശുദ്ധമായ ജ്ഞാനകേന്ദ്രം കൂടിയാണ്. അതിൻ്റെ അങ്കുരം വിവർത്തന പ്രക്രിയ കൊണ്ട് വേദങ്ങളായിട്ടും ഉപനിഷത്തുകളായിട്ടും ശാസ്ത്രങ്ങളായിട്ടും പുരാണ ഇതിഹാസങ്ങളായിട്ടും മറ്റു മന്ത്രങ്ങളായിട്ടും ഒക്കെ രൂപം കൊള്ളുന്നു. സർവജ്ഞാനവും ഭക്തന് ഹ്രീങ്കാരത്തെ ഉപാസിക്കുന്ന ഭക്തന് ഉണ്ടാകുമെന്നും കൂടി ഉള്ള ഒരു സൂചന ഈ നാമമന്ത്രത്തിൽ ഉണ്ട്. ഓം ഹ്രീംകാരകന്താങ്കുരികായൈ നമ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാരൈകപരായണ എന്നത്. ഹ്രീംകാരം ഏകപരായണമായിട്ടുള്ളവൾ, അതായത് പരായണത്തിന് മുഖ്യമായിട്ടുള്ള ആശ്രയം, അന്ത്യലക്ഷ്യം, സാരം എന്നിങ്ങനെയൊക്കെയാണ് ഈ വാക്കിന് അർത്ഥം വരുന്നത്. ഹ്രീങ്കാരം അമ്മയുടെ ഏകപരായണമാണെന്ന് നാമത്തിന് അർത്ഥം വരുന്നു. ദേവീപരമായിട്ടുള്ള മന്ത്രബീജാക്ഷരങ്ങളും അവ ചേർന്നിട്ടുള്ള മന്ത്രങ്ങളും ഒരുപാടുണ്ട്. എന്നാൽ അവയ്ക്കെല്ലാം ആധാരഭൂതമായിരിക്കുന്നത്, അടിസ്ഥാനമായിരിക്കുന്നത് ഹ്രീങ്കാരം തന്നെയാണ്. ഹ്രീങ്കാരമല്ലാതെ വേറൊന്നും ആവശ്യമില്ല എന്നും അർത്ഥം വരും. അമ്മയുടെ തത്വങ്ങളുടെ സാരഭൂതമായിട്ടുള്ള മന്ത്രമാണ് ഹ്രീങ്കാരം. അമ്മയുടെ ഭക്തൻ്റെ പരമമായിട്ടുള്ള ആശ്രയവും അന്ത്യലക്ഷ്യവും എല്ലാം ഹ്രീങ്കാരം തന്നെയാണ്. ഭുവനേശ്വരി ബീജം കൂടിയായിട്ടുള്ള ഈ മന്ത്രം സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നീ ശക്തികളുടെ എല്ലാം പ്രതീകമായി വർത്തിക്കുകയും ചെയ്യുന്നു. ഓം ഹ്രീംകാരൈകപരായണായൈ നമ. ഹ്രീംകാര ദീർഘിക ഹംസി എന്നാണ് അടുത്ത നാമമന്ത്രം. ഹ്രീങ്കാരമാകുന്ന ദീർഘികയിൽ അരയന്നപ്പിടയായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ദീർഘിക എന്ന് പറഞ്ഞാൽ ക്രീഡാ തടാകം. ആധുനിക ഭാഷയിൽ പറയുമ്പോൾ നീന്തൽക്കുളം എന്ന് കിട്ടും. ഉദ്യാനങ്ങളിലും മറ്റും ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയ ജലാശയമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്രകാരമുള്ള ക്രീഡാ തടാകത്തിൽ ധാരാളം രാജഹംസങ്ങൾ കളിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സംസാരമാകുന്ന സാഗരം വളരെ കഷ്ടം നിറഞ്ഞതാണ്. അത് തരണം ചെയ്യുന്നതിന് എളുപ്പവുമല്ല. വലിയ ആഴവും പരപ്പും തിരമാലകളും നീർച്ചുഴികളും ക്രൂരജന്തുക്കളുമൊക്കെ സമുദ്രത്തിലുള്ളതുപോലെ സംസാരമാകുന്ന സമുദ്രത്തിൽ വലിയ ദുഃഖങ്ങൾ ഉണ്ട്. അവ ഭക്തനെ വളരെ ക്ലേശിപ്പിക്കുന്നു. എന്നാൽ ഹ്രീങ്കാരത്തെ ക്രീഡാതടാകമായി ഇവിടെ രൂപണം ചെയ്തിട്ടുണ്ട്. ഹ്രീങ്കാരത്തെ ഉപാസിക്കുന്ന വ്യക്തിക്ക് ഈ തടാകം വളരെ ആനന്ദം നൽകുകയാണ് ചെയ്യുന്നത്. ഹ്രീങ്കാരത്തെ ഉപാസിച്ചുകൊണ്ട്
ലളിതാപരമേശ്വരിയെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംസാരമാകുന്ന സാഗരം സന്തോഷം മാത്രമാണ് നൽകുന്നത് എന്നാണ് ഈ നാമത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സമുദ്രത്തിലുള്ള അപകടങ്ങളൊന്നുമില്ലാതെ ഈ ജലത്തിൽ അകപ്പെടാതെ അത് കണ്ട് രസിക്കുന്ന ഒരു അവസ്ഥയിൽ ഭക്തനെ അത് ഈ മന്ത്രം എത്തിക്കും എന്ന് അർത്ഥം. തടാകം മാത്രമല്ല, അതിൽ വിഹരിക്കുന്ന അരയന്നപ്പിടയുടെ ജലക്രീഡയും ആനന്ദം നൽകുന്നതാണ്. ഹ്രീങ്കാര രൂപമായിട്ടുള്ള ദീർഘികയിൽ നീന്തിക്കളിക്കുന്ന ആ രാജഹംസി ആരാണെന്നറിയണ്ടേ? അതാണ് ജഗജ്ജനനിയായിട്ടുള്ള ലളിതാംബിക പരമേശ്വരി. ഹംസ എന്ന ശബ്ദം ഉപാസകനും അതായത് ഭക്തനും ദേവിക്കും തമ്മിലുള്ള അഭേദമായിട്ടുള്ള ഭാവനയെ കുറിക്കുന്ന ഒരു പദമാണ്. ഇവിടെ സ്ത്രീലിംഗ രൂപത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രം. ഹ്രീങ്കാരമാകുന്ന ക്രീഡാതടാകത്തിൽ വിഹരിക്കുന്ന അമ്മ താൻ തന്നെയാണ് എന്ന തത്വമസി എന്ന ആ ഒരു അവബോധം കാലക്രമേണ ഭക്തന് ലഭിക്കുകയും അപ്രകാരം മോക്ഷപ്രാപ്തിയിൽ എത്തുകയും ചെയ്യുന്നു എന്ന് സാരം. ഓം ഹ്രീംകാര ദീർഘികാഹംസ്യൈ നമ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാരോദ്യാന കേകിനി. ഹ്രീംകാരമാകുന്ന ഉദ്യാനത്തിലെ പെൺമയിലായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഇവിടെ ഹ്രീങ്കാരം ഉദ്യാനമാണ് എങ്കിൽ ലളിതാംബിക പരമേശ്വരിയാണ് മയിൽപേടയായിട്ട് വരുന്നത്. ഹ്രീങ്കാരമാകുന്ന ഉദ്യാനത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ തുടങ്ങിയ ദേവന്മാരാണ് വൃക്ഷങ്ങളും ലതകളുമെല്ലാം. പ്രപഞ്ചങ്ങളുടെ സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾ ഈ ഉദ്യാനത്തിലെ വൃക്ഷങ്ങളുടെ ഫലങ്ങളായി മാറുകയും ചെയ്യുന്നു. അവയ്ക്കിടയിൽ സ്വതന്ത്രമായിട്ട് ഈ പെൺമയിൽ വിഹരിക്കുന്നു. ആ സ്വതന്ത്ര വിഹാരം ഉദ്യാനത്തിന് ശോഭയും ചൈതന്യവും നൽകുന്നുമുണ്ട്. ഹ്രീങ്കാരമാകുന്ന ഉദ്യാനത്തിൽ എത്തിച്ചേരുന്ന ഭക്തന് ധർമ്മം, അർത്ഥം, കാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ സ്വാഭാവികമായി തന്നെ ലഭിക്കും. എന്നാൽ ഇതോടൊപ്പം തന്നെ കൈവല്യമാകുന്ന മോക്ഷപ്രാപ്തി ജഗന്മാതാവാകുന്ന പെൺമയിലിനെ കാണുന്നതോടുകൂടി, അതായത് സാക്ഷാത്കരിക്കുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. ഓം ഹ്രീംകാരോദ്യാന കേകിന്യൈ നമ. ഹ്രീംകാരാരണ്യഹരിണി. അടുത്ത നാമം. ഹ്രീങ്കാരമാകുന്ന വനത്തിൽ ഹരിണിയായിട്ട് ക്രീഡിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. അവിദ്യാരൂപമായ മായയെയും ഹ്രീങ്കാരം സൂചിപ്പിക്കുന്നുണ്ട്. മായാപ്രവർത്തനം ഉള്ളിടത്ത് കാമം, ക്രോധം, ലോഭം എന്നിവയൊക്കെ ഉണ്ടാകും. ഇവയെ ക്രൂര ജന്തുക്കളായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. വ്യാഘ്രം, ശാർദൂലം തുടങ്ങിയ ക്രൂരജന്തുക്കളായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരം സിംഹവും പുലിയും മറ്റുമുള്ള സ്ഥലത്ത് മാൻപേട ഉണ്ടാവില്ലല്ലോ. അവിടെ നിന്ന് ഓടി മാറുക മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. വനത്തിൽ കടന്നു ചെല്ലുമ്പോൾ മാൻകൂട്ടം സമാധാനമായിട്ട് മേയുന്നത് കണ്ടാൽ അവിടെ ദുഷ്ടമൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ല എന്ന് കരുതാവുന്നതാണ്. ഹ്രീങ്കാരം മായാരൂപം കൂടിയാണ്. എന്നാലും ലളിതാപരമേശ്വരിയാകുന്ന ഹരിണിയെ അതിനുള്ളിൽ കാണുന്നുണ്ട് എങ്കിൽ, അതായത് ലളിതാപരമേശ്വരിയാകുന്ന മാൻപേട അവിടെ മേയുന്നുണ്ട് എങ്കിൽ കാമക്രോധാദി ദുഷ്ടമൃഗങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഭജനയും ഉപാസനയും കൊണ്ട് മാലിന്യങ്ങൾ അകന്ന മനസ്സിൽ ഹ്രീങ്കാര മന്ത്രജപം ചെയ്യുമ്പോൾ മായാബന്ധമൊന്നും ഇല്ലാതെ ലളിതാപരമേശ്വരിയായിട്ടുള്ള അമ്മയെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഓം ഹ്രീംകാരാരണ്യഹരിണ്യൈ നമ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാരാവാല വല്ലരി എന്നത്. ഹ്രീങ്കാരമാകുന്ന ആവാലത്തിൽ വല്ലരിയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. വിശേഷണങ്ങൾ ഇങ്ങനെ തുടർന്നു പോവുകയാണ് ഇവിടെ. തെങ്ങ് മുതലായ സസ്യങ്ങളുടെ ചുവട്ടിൽ ഉണ്ടാക്കുന്ന തടത്തെയാണ് ആവാലം എന്ന് പറയുന്നത്. വെള്ളം ഒലിച്ചു പോകാതെ തടഞ്ഞു നിർത്തുകയും ചെടിക്ക് ആഹാരമായി നൽകുകയും ചെയ്യുന്നത് എന്ന് അർത്ഥം വരുന്നു. ഈ നാമത്തിൽ ഹ്രീങ്കാരത്തെ ആവാലമായിട്ടും ലളിതാപരമേശ്വരിയെ ആവാലത്തിലുള്ള വല്ലരിയായിട്ട് സസ്യമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം പുണ്യവും പാപവും ചേർന്നതാണ്. പുണ്യം ജീവിതത്തിൽ സന്തോഷവും പാപം ദുരിതവും നൽകും. അല്പമായിട്ടുള്ള പാപം പോലും പുണ്യത്തിൻ്റെ അനുഭവങ്ങളെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. ആവാലം ജലത്തെ ഒലിച്ചു പോകാതെ തടഞ്ഞു നിർത്തി ഉള്ളിലുള്ള ചെടിയെ പോഷിപ്പിക്കുന്നത് പോലെ ഹ്രീങ്കാര ജപം പുണ്യത്തെ പാപത്തിൻ്റെ കുത്തൊഴുക്കുകൊണ്ട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കും. ഹ്രീങ്കാരം ജപിക്കുന്ന വ്യക്തിയുടെ സൽക്കർമ്മങ്ങൾ പാപത്തിൻ്റെ പ്രവാഹം കൊണ്ട് ഒലിച്ചു പോകുന്നില്ല.
ഹ്രീങ്കാരമന്ത്രജപം നടത്തുന്ന വ്യക്തിയുടെ പാപങ്ങൾ സ്വയം നശിച്ചു പോകും. പാപകർമ്മങ്ങളിൽ ഏർപ്പെടാതെ മന്ത്രശക്തി അയാളെ സംരക്ഷിക്കുമെന്നർത്ഥം. സഞ്ചിത പാപങ്ങൾ നശിക്കുകയും പുതിയ പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ പുണ്യശക്തികൾ വർദ്ധിക്കുന്നു. പാപം നശിച്ച് പുണ്യമുണ്ടാകുമ്പോൾ, പുണ്യം വർദ്ധിച്ചു വരുമ്പോൾ ശുദ്ധമായിട്ടുള്ള മനസ്സിൽ ശ്രീവിദ്യാസ്വരൂപിണിയായിട്ടുള്ള ലളിതാപരമേശ്വരിയുടെ കാരുണ്യം അറിവിൻ്റെ രൂപത്തിൽ മുളച്ചു വരുന്നു. ആ അങ്കുരം വളർന്ന ശാഖകളും തളിരുമായിട്ട് തഴച്ച് പൂത്ത് ഫലപ്രാപ്തിയിൽ എത്തുന്ന സമയത്ത് ഇഹലോക സുഖവും പരലോക സുഖവും അതുകൊണ്ട് ലഭിക്കുകയും ചെയ്യും. ഓം ഹ്രീംകാരാവാലവല്ലര്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാര പഞ്ചരശുകി എന്നത്. ഹ്രീംകാരമാകുന്ന കൂടിനുള്ളിൽ ശുകിയായിട്ട് കിളിയായിട്ട് വർത്തിക്കുന്നവൾ. ഹ്രീംകാരത്തെ കിളിക്കൂടായിട്ടും ലളിതാപരമേശ്വരിയെ അതിനുള്ളിലെ കിളിയായിട്ടുമാണ് ഈ നാമമന്ത്രത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കൂട്ടിനുള്ളിൽ അകപ്പെട്ട കിളി സ്വതന്ത്രയല്ലല്ലോ, കൂടിനുള്ളിൽ ബന്ധനസ്ഥയാണ്. ഹ്രീങ്കാരമാകുന്ന കൂട്ടിൽ മഹാദേവി ബന്ധനത്തിലാണ് എന്ന് അർത്ഥം. പൂർവജന്മാർജിത സുഹൃതം കൊണ്ട് മാത്രമാണ് ഹ്രീങ്കാരോപാസനയ്ക്ക് ആഗ്രഹം ഉണ്ടാകുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിലും അത് അപൂർവം ചിലർക്ക് മാത്രമേ സാധ്യമാക്കാൻ കഴിയൂ. ഹ്രീങ്കാര ഉപാസനയോ ഹ്രീങ്കാരം ചേർന്ന മന്ത്രങ്ങളുടെ ജപമോ ഹ്രീങ്കാരം ചേർന്നിട്ടുള്ള സ്തോത്രങ്ങളുടെ ആലാപനമോ നടത്തുന്നവർക്ക് അമ്മ സ്വാഭാവികമായി തന്നെ സ്വാധീനയാകുന്നു. കൂട് കൈവശമായാൽ കൂട്ടിനുള്ളിലെ കിളിയെയും നമുക്ക് ലഭിക്കും. അതുപോലെ കൂട്ടിനുള്ളത് ഏതെങ്കിലും പക്ഷിയായിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ശുകി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ നാമത്തിൽ. വളർത്തുപക്ഷികളിൽ മനോരഞ്ജകത്വം ഏറ്റവും കൂടുതലുള്ളത് തത്തയ്ക്കാണ്. മനുഷ്യ ശബ്ദം അനുകരിച്ച് സംസാരിക്കാനുള്ള കഴിവും അതിനുണ്ട്. ശ്യാമളാദേവിയുടെ കയ്യിലുള്ള പെൺകിളി സർവവിദ്യാസ്വരൂപമാണ്. തുഞ്ചത്താചാര്യനു വേണ്ടി രാമായണവും ഭാരതവും ഭാഗവതവും പാടിയ കിളിയാണ് ഹ്രീങ്കാര പഞ്ചരത്തിനുള്ളിൽ ഉള്ളത്. ഹ്രീങ്കാരം ഉപാസിക്കുന്ന, അതായത് ഭക്തന് സകല കലകളും ശാസ്ത്രങ്ങളും വിധേയമാകും എന്നും അയാൾ സർവജ്ഞനായി തീരും എന്നും ഈ നാമമന്ത്രത്തിലൂടെ സൂചന നൽകുകയും ചെയ്യുന്നു. കൂട്ടിലുള്ളിൽ അകപ്പെട്ട കിളി കുട്ടികൾക്ക് കളിപ്പാട്ടമാണ്. തീവ്രമായ ഉപാസനയ്ക്ക് അധികാരികളല്ലാത്ത ഉപാസകർക്കും അമ്മയെ ആരാധിക്കാൻ ഹ്രീങ്കാര ബീജമന്ത്രം ഉപയോഗിക്കാം എന്നും അപ്രകാരം ചെയ്യുന്നവരിൽ അമ്മയുടെ പ്രസാദം ഉണ്ടാകും എന്നും ഈ നാമം സൂചിപ്പിക്കുന്നു. ഓം ഹ്രീംകാര പഞ്ചരശുക്യൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീങ്കാരാങ്കണ ദീപിക. ഹ്രീങ്കാരമാകുന്ന അങ്കണത്തിൽ ദീപമായിട്ട് ഉള്ളവൾ. ഇവിടെ ഹ്രീങ്കാരത്തെ അങ്കണമായിട്ടും ലളിതാപരമേശ്വരിയെ അതിൽ പ്രകാശിക്കുന്ന ദീപമായിട്ടുമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം, നടക്കാനുള്ള സ്ഥലം എന്ന് അർത്ഥമുണ്ട്. വിശ്രമിക്കാനുള്ള ഉലാത്തലിനുള്ള സ്ഥലം, വീടിൻ്റെ മുൻവശത്തുള്ള തുറന്ന സ്ഥലം, അങ്കണത്തിൽ കത്തുന്ന വിളക്ക് അങ്കണത്തിന് അലങ്കാരമാണ്. അങ്കണത്തിലുള്ള എല്ലാറ്റിനെയും, അതായത് മുറ്റത്തുള്ള എല്ലാറ്റിനെയും അത് കാണിച്ചു തരും. കാരണം ആ ദീപം നമുക്ക് കാണിച്ചു തരുമെന്നർത്ഥം. സർവ പ്രപഞ്ച പ്രതീകമാണല്ലോ ഹ്രീങ്കാരം. സൃഷ്ടി, സ്ഥിതി, ലയം, തിരോധാനം, അനുഗ്രഹം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദികളായിട്ടുള്ള സമസ്ത ദേവതാശക്തികളുമെല്ലാം തന്നെ ഹ്രീങ്കാരമാകുന്ന അങ്കണത്തിൽ ഉണ്ട്. അവയെല്ലാം ഭക്തന് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ദീപമാണ് ലളിതാപരമേശ്വരീ ദേവി. ഹ്രീങ്കാരോപാസന കൊണ്ട് സർവജ്ഞത സിദ്ധിക്കും എന്ന് ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രപഞ്ചശക്തികളെയും ദേവശക്തികളെയും സാക്ഷാത്കരിക്കാൻ ഹ്രീങ്കാരോപാസന കൊണ്ട് സാധിക്കും. എല്ലാ പ്രപഞ്ചശക്തികളെയും ദേവശക്തികളെയും സാക്ഷാത്കരിക്കാനും ഹ്രീങ്കാരോപാസന കൊണ്ട് സാധ്യമാകുന്നതാണ്. ലളിതാംബികയാകുന്ന അഖണ്ഡമായിട്ടുള്ള ആ ജ്യോതിസ് ഹ്രീങ്കാരത്തിൽ പ്രകാശിക്കുന്നു. ആ പ്രഭാപൂരത്തിൽ തെളിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഓം ഹ്രീങ്കാരാഗണദീപികായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീങ്കാരകന്ധരാസിംഹി. ഹ്രീങ്കാരമാകുന്ന ഗുഹയിൽ വസിക്കുന്ന പെൺസിംഹം. ഹ്രീങ്കാരത്തെ ഗുഹയായിട്ടും അമ്മയെ ആ ഗുഹയിൽ വസിക്കുന്ന പെൺസിംഹമായിട്ടുമാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹ്രീങ്കാരമാകുന്ന ഗുഹയിൽ വസിക്കുന്ന പെൺസിംഹമായി ലളിതാ പരമേശ്വരിയെ സ്തുതിക്കുന്ന ഒരു നാമമന്ത്രമാണ് ഹ്രീങ്കാരകന്ധരാസിംഹി എന്ന നാമമന്ത്രപുഷ്പം. പർവ്വതത്തിലുള്ള ഗുഹയോടാണ് ഹ്രീങ്കാരത്തെ ഉപമിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഈശ്വരനോട് അഭിമുഖമായിട്ടുള്ള ചിന്തയ്ക്ക് അനേകം തലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആരാധനാ സമ്പ്രദായങ്ങളും ഓരോ യോഗ രീതികളും ഉണ്ടായിട്ടുമുണ്ട്.
പ്രപഞ്ചശക്തികളെ സ്വാധീനിക്കാനും പ്രീതിപ്പെടുത്താനും ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ടല്ലോ. അവയുടെ കൂട്ടത്തിൽ ഭക്തർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഹ്രീംകാരം. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സംഗ്രഹ രൂപമായതുകൊണ്ട് തന്നെ ഹ്രീംകാരത്തെ പർവ്വത ഗുഹയുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. കാനനത്താൽ ചുറ്റപ്പെട്ട പർവ്വതത്തിൽ കടന്നു ചെല്ലാൻ തന്നെ വിഷമമാണ്. പർവ്വതം കയറി അതിനുള്ളിലുള്ള ഗുഹ കണ്ടെത്തുന്നതിന് അസാമാന്യമായിട്ടുള്ള ധീരതയും ക്ലേശം സഹിക്കാനുള്ള കഴിവും നിശ്ചയദാർഢ്യവുമെല്ലാം വേണം. അതുപോലെ ഹ്രീംകാരോപാസന ചെയ്യുന്നതിന് ഭക്തന് പൂർവജന്മ പുണ്യവും ബുദ്ധിമുട്ട് സഹിക്കാനുള്ള കഴിവും ദൃഢനിശ്ചയവും മനോബലവുമെല്ലാം ഉണ്ടായേ പറ്റൂ. പർവ്വതത്തിലുള്ള ഗുഹ കണ്ടെത്തിയാലും അതിനുള്ളിലുള്ള ലളിതാ പരമേശ്വരിയായിട്ടുള്ള പെൺസിംഹത്തെ സമീപിക്കാൻ പലർക്കും ധൈര്യം ഉണ്ടാവുകയില്ല. അതുണ്ടായാൽ തന്നെ മത്തഗജങ്ങളുടെ തല അടിച്ചു പൊട്ടിക്കുമ്പോൾ സിംഹിയുടെ നഖങ്ങളിൽ പറ്റുന്ന മുത്തുമണികൾ ആ ഗുഹയ്ക്കുള്ളിൽ ചിതറിക്കിടക്കുന്നവ അയാൾക്ക് സ്വായത്തമാകും. സിംഹി വസിക്കുന്ന ഗുഹയ്ക്കുള്ളിൽ മറ്റു മൃഗങ്ങളൊന്നും കടന്നു ചെല്ലാറുമില്ല. അതുപോലെ ഹ്രീംകാരത്തെ ഉപാസിക്കുന്ന ഭക്തന് അന്യമന്ത്രങ്ങളൊക്കെ ആവശ്യമില്ലാതെയാകും. ഹ്രീംകാര കന്തരസ്ഥയായിട്ടുള്ള സിംഹിയായിട്ടുള്ള അമ്മയുടെ കാരുണ്യം കിട്ടുന്നവന് ആ ഗുഹ ഉൾപ്പെടുന്ന പർവ്വത പ്രദേശമാകെ സ്വാധീനമാവുകയും ചെയ്യും. അതായത് ഹ്രീംകാരോപാസന കൊണ്ട് സർവവും സ്വാധീനമാകും എന്ന് അർത്ഥം. ഓം ഹ്രീംകാരകന്തരാ സിംഹൈ നമ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാരാംഭോജ ഭൃംഗിക. ഹ്രീംകാരമാകുന്ന അംഭോജത്തിലെ പെൺവണ്ട് ആയിട്ടാണ് ഇവിടെ ലളിതാ പരമേശ്വരി ദേവിയെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹ്രീംകാരത്തെ താമരപ്പൂവായിട്ടും അമ്മയെ അതിൽ രമിക്കുന്ന പെൺവണ്ടായിട്ടും കൽപ്പിച്ചിട്ടുണ്ട്. വർണ്ണഭംഗി, ഇതളുകളുടെ ധാരാളത്യം, പരാഗം, ജലത്തിനടിയിൽ ഭൂമി ഉറച്ചിട്ടുള്ള കന്തം തുടങ്ങിയവ താമരയുടെ സവിശേഷമായ ഗുണങ്ങളാണ്. ജലത്തിൻ്റെ മുകളിൽ പൊന്തിക്കിടക്കുന്ന താമര ഇലകൾക്ക് അടിസ്ഥാനം ജലമാണെങ്കിലും ജലം താമര ഇലയിൽ പറ്റില്ല. ജലത്തിനു മുകളിൽ വിടർന്ന് വിലസി നിൽക്കുന്ന താമരപ്പൂവ് സൂര്യപ്രകാശത്തിൽ വിടരുകയും സൂര്യാസ്തമയത്തിൽ കൂമ്പുകയും ചെയ്യും. ഈ സവിശേഷതകൾ കൊണ്ട് ഈ നാമത്തിൽ താമരയെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഭൗതിക പ്രപഞ്ചത്തിന് വർണ്ണഭംഗിയും ആകർഷണീയതയും ഒക്കെ ഉണ്ടാക്കുന്നത് അമ്മയുടെ കാരുണ്യവും വിഭൂതികളുമാണ്. അതുകൊണ്ട് അമ്മയെ ആ താമരപ്പൂവിലെ പെൺവണ്ടായിട്ട് രൂപണം ചെയ്തിരിക്കുന്നു. വണ്ട് അനേകം പുഷ്പങ്ങളിലെ തേൻ നുകരുന്നു എങ്കിലും താമരയോടാണ് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ലളിതാ പരമേശ്വരി സർവമന്ത്രാത്മികയാണ്. എല്ലാ മന്ത്രങ്ങളും ദേവീ ചൈതന്യം ഉൾക്കൊള്ളുന്നു. എന്നാലും ഹ്രീം എന്ന അക്ഷരം സവിശേഷമായ ദേവീ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു മന്ത്രമാണ്. ദേവീപരമായിട്ടുള്ള മന്ത്രബീജാക്ഷരങ്ങൾ വേറെയും ധാരാളമുണ്ടെങ്കിലും ഹ്രീംകാരം ദേവീ പ്രണവം എന്ന് പ്രസിദ്ധമാണ്. ഉപാസകന് ആനന്ദാനുഭൂതി നൽകി ഇഹലോക സുഖവും മോക്ഷവും നൽകുന്നതാണ് ഹ്രീം എന്ന അതിവിശിഷ്ടമായ ബീജമന്ത്രം. അതിൽ അമ്മയുടെ സവിശേഷമായ ഒരു സാന്നിധ്യവും ഉണ്ട്. ഓം ഹ്രീംകാരാംഭോജ ഭൃംഗികായൈ നമഃ. ഹ്രീംകാരമാകുന്ന പുഷ്പത്തിനകത്ത് തേനായിട്ടിരിക്കുന്ന ലളിതാ പരമേശ്വരി ദേവിയെയാണ് ഹ്രീംകാര സുമനോമാധ്വി എന്ന നാമമന്ത്രത്തിലൂടെ കാണാനാവുന്നത്. ഹ്രീംകാരത്തെ പൂവായിട്ടും ലളിതാംബികാദേവിയെ അതിലെ തേനായിട്ടും ഈ മന്ത്രത്തിൽ രൂപണം ചെയ്തിട്ടുണ്ട്. വൃക്ഷലതാദികൾക്ക് തണ്ട്, ശാഖകൾ, ഉപശാഖകൾ, ഇല തുടങ്ങിയ അവയവങ്ങൾ പലതുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അവയവം പൂവാണ്. എല്ലാവരെയും ആകർഷിക്കുന്ന വർണ്ണഭംഗിയും മാർദ്ദവവും സുഗന്ധവും ഒക്കെ പുഷ്പത്തിലാണ് ഉള്ളത്. ആ പുഷ്പം തന്നെയാണ് ഫലമായിട്ട് പരിണമിക്കുന്നത്. അതുപോലെ ഉപാസനാ സമ്പ്രദായങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഫലം നൽകുന്ന പുഷ്പം ഹ്രീം എന്ന അതിവിശിഷ്ടമായ മന്ത്രമാണ്. ഹ്രീംകാരത്തിൻ്റെ ഉപാസന ഒരിക്കലും നിഷ്ഫലമാവുകയില്ല. പൂജാവിധികളിൽ അർച്ചനയ്ക്ക് പ്രാധാന്യമുണ്ട്. വിശിഷ്ടമായ പുഷ്പങ്ങളാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ അമ്മയെ അർച്ചിക്കാൻ സ്വീകരിക്കുന്ന മന്ത്രപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഹ്രീംകാരം. പരാഗസംക്രമണത്തിനായിക്കൊണ്ട് വണ്ടുകൾ പോലെയുള്ള ഷഡ്പദങ്ങളായിട്ടുള്ള ജീവികൾക്ക്
പ്രകൃതി നൽകുന്ന ഒരു പ്രതിഫലമാണ് പുഷ്പങ്ങളിലെ തേൻ. തേൻ കുടിക്കുന്നതിന് വേണ്ടി എത്തുന്ന ഷഡ്പദങ്ങൾ ബോധപൂർവമല്ലെങ്കിൽ കൂടി പൂമ്പൊടിയെ പുഷ്പങ്ങളിൽ നിന്നും പുഷ്പങ്ങളിലേക്ക് പകരുകയും അതുമൂലം പൂക്കൾ കായകൾ ആയി മാറുകയും അതിൽ വിത്ത് ഉണ്ടാകുകയും അപ്രകാരം വംശവർദ്ധനവ് സംഭവിക്കുകയും ചെയ്യുന്നു. ഹ്രീംകാരത്തെ ഉപാസിക്കുന്ന ഭക്തൻ്റെ ലക്ഷ്യം മോക്ഷമാണെങ്കിലും അവൻ അറിയാതെ തന്നെ ഭൗതികമായിട്ടുള്ള ജീവിതസുഖങ്ങളും അറിവുമെല്ലാം അവന് കിട്ടുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് ഹ്രീംകാരം. എല്ലാ ദേവതാശക്തികളും അതിൽ അന്തർഭവിച്ചിട്ടുമുണ്ട്. ഹ്രീംകാരത്തിൻ്റെ ഉപാസന കൊണ്ട് സമസ്ത പ്രപഞ്ചശക്തികളും ഭക്തന് സ്വാധീനമായി തീരും. എല്ലാ ഐശ്വര്യങ്ങളും അപ്രകാരം അവന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ അവയിൽ നിന്ന് ഉണ്ടാകുന്ന തൃപ്തിയും ആനന്ദവും അമ്മയുടെ രൂപമായതുകൊണ്ട് ലളിതാംബികാദേവിയെ ഹ്രീംകാര പുഷ്പത്തിലെ തേനായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നു. ഓം ഹ്രീംകാര സുമനോമാധ്വേ നമ. അടുത്ത നാമമന്ത്രമാണ് ഹ്രീംകാര തരുമഞ്ജരി എന്നത്. ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ 11ാമത്തെ അക്ഷരമായ ഹ്രീംകാരം കൊണ്ട് തുടങ്ങുന്ന 20 നാമങ്ങളിൽ അവസാനത്തേതാണ് ഇത്. ഹ്രീംകാരമാകുന്ന വൃക്ഷത്തിൽ മഞ്ജരിയായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രപുഷ്പത്തിൻ്റെ അർത്ഥം. ഹ്രീംകാരത്തെ ഇതിൽ വൃക്ഷമായിട്ടും ലളിതാംബികാ പരമേശ്വരിയെ മഞ്ജരിയായിട്ടുമാണ് സങ്കല്പിച്ചിട്ടുള്ളത്. തരു എന്ന പദത്തിന് മരം എന്ന് സാമാന്യമായി അർത്ഥമുണ്ട്. ഫലം കൊണ്ടും പൂവിൻ്റെയും തളിരിൻ്റെയും ഭംഗി കൊണ്ടും സൂര്യനിൽ നിന്ന് രക്ഷിക്കുന്ന തണൽ കൊണ്ടും ജീവികളുടെ യാത്ര സുഗമമാക്കുന്നതുകൊണ്ട് തരണം ചെയ്യിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് തരു എന്ന് വൃക്ഷത്തിന് പേര് ഉണ്ടായത്. ഭക്തനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഹ്രീംകാരമാകുന്ന മന്ത്രത്തിന് ഈ തലത്തിൽ തരു എന്ന വാക്ക് യോജിക്കുന്നു. തളിരും പൂക്കളുമാണല്ലോ മഞ്ജരി. അത് വളർച്ചയുടെ അടയാളവുമാണ്. തളിരുമുറ്റി ശാഖോപശാഖകളായി വളർന്ന് പുതിയ തളിരുകൾക്കും പൂങ്കുലകൾക്കും ജന്മം നൽകുന്നു. പൂങ്കുല കായായി മാറുന്നു. ഹ്രീംകാരമാകുന്ന തരുവിൻ്റെ വൃക്ഷത്തിൻ്റെ വളർച്ചയും ഫലദായകത്വമൊക്കെ ലളിതാംബികാ പരമേശ്വരിയാകുന്ന മഞ്ജരിയിലാണ്. ഹ്രീംകാരോപാസകന് അമ്മയുടെ കാരുണ്യം കൊണ്ട് എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭിക്കും എന്ന് തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെയും അർത്ഥം. ഓം ഹ്രീംകാര തരുമഞ്ജരിയൈ നമ. മറ്റൊരധ്യായത്തിൽ ശ്രീവിദ്യാ മന്ത്രത്തിലെ 12ാം അക്ഷരമായ സായിൽ ആരംഭിക്കുന്ന 20 മന്ത്രങ്ങൾ വിശദീകരിക്കാം. ശിവശക്തി ഐക്യരൂപിണിയായ ജഗദംബികാദേവിയുടെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.